ഭൂമിയുടെ ഖനം അത് കഥകളായി ഏറ്റുവാങ്ങുന്ന രഹസ്യങ്ങളുടേതാകുന്നു. എഴുതി നിറച്ച കടലാസുകളുള്ള സഞ്ചിയിൽ നിന്നും പാതി കീറിയൊരു പേജ് അവിചാരിതമായി ആദ്യം കയ്യിൽ തടഞ്ഞപ്പോൾ അതിൽ എനിക്കുള്ള സന്ദേശമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുഞ്ഞൻ എഴുതിയതിൻ്റെ ആദ്യ വാചകം ഇങ്ങനെയായിരുന്നു. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ അതെടുത്ത് മേശപ്പുറത്ത് നിവർത്തി വെച്ച് ഒന്നുകൂടി വായിച്ചു. ഇരുട്ട് കൊഴുത്തു വരുന്നുണ്ടായിരുന്നു. ചീവീടിൻ്റെ ശബ്ദങ്ങളും 2 പൂച്ചകളുടെ കടിപിടിയും കൊണ്ട് ജനാലയ്ക്കപ്പുറം ശബ്ദമുഖരിതമായിരുന്നു. മേശപ്പുറത്ത് മാറ്റിവെച്ചിരുന്ന തുണിയിൽ പൊതിഞ്ഞ ആവരണക്കെട്ട് ഞാൻ ഷെൽഫിലെ അനേകം പുസ്തകങ്ങൾക്കിടയിൽ തിരുകി കയറ്റി. കാറ്റിൽ ജനാലകളുടെ ശബ്ദം മുതിർത്തുകൊണ്ടുള്ള ഇളകിയാട്ടം. കയ്യിലുള്ള കടലാസുകൾ അടുക്കി വയ്ക്കുന്നതിൽ പരാജയപ്പെട്ട് ഞാൻ ഭ്രാന്തെടുത്ത് ജനൽ വലിച്ചടച്ചു. പ്രാദേശികമായ മിത്തുകൾ യഥാർത്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചരിത്രങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ കഥകൾ ഇവിടെ, കാവുകൾ, തെയ്യങ്ങളെല്ലാം സംബന്ധിച്ച് ഇഷ്ടംപോലെ കഥകളുണ്ട്. ഈ കഥകളൊന്നും എഴുതി തീർക്കാൻ പറ്റുന്നതല്ല, അത്രയേറെ കഥകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാനും എടുക്കുന്നു എന്നേ ഉള്ളൂ. കഥ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ നാടിനെ പുറത്ത് നിന്നുകൊണ്ട്, ഒരു പ്രവാസിയായി നിന്നുകൊണ്ട് ഈ നാടിനെ നോക്കുമ്പോൾ അറിയാതെ കഥകൾ വരും. അത്രയേറെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. എൻ്റെ ആദ്യ നോവൽ നിഴൽപോരിൽ തന്നെ മിത്തുകളും പ്രാദേശിക ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതെങ്ങനെ ചരിത്രങ്ങളെ വളച്ചൊടിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ആ നോവൽ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അക്കാലത്തൊക്കെ ഈ പ്രദേശമൊക്കെയാണ് ആ നോവലിൻ്റെ തുടക്ക സമയത്തെ ഭൂമികയായിട്ട് എൻ്റെ മനസ്സിൽ വന്നത്. ചെറുപ്പത്തിൽ, നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ കണ്ട് മനസ്സിൽ പതിഞ്ഞ സ്ഥലങ്ങൾ തന്നെയാണ് പിന്നീട് ഉപയോഗിക്കപ്പെടുന്നത്. നമുക്കൊരു ഇമേജ് ഇല്ലാതെ ഒന്നിനെയും എനിക്ക് തോന്നുന്നു നമുക്ക് ഉള്ളിലേക്ക് ഇത് എഴുതാനോ ഒന്നും പറ്റില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ഇമേജിന് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ നാട് തന്നെയാണ് ഈ നോവലിൽ മുഴുവനായിട്ട്. നാടും നാടിൻ്റെ പരിസര പ്രദേശങ്ങൾ, ചെറുപ്പത്തിൽ നടന്ന വഴികൾ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിഴൽപോര് ആരംഭിക്കുമ്പോൾ ആദ്യ നോവൽ അങ്ങനെ ഒരു മിത്തിനെ ബേസ് ചെയ്തിട്ട് മിത്തുകളുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ സംബന്ധിച്ച് സംസാരിക്കേണ്ടതാണെന്നൊന്നും ഉറപ്പിലൊന്നുമല്ല ഞാൻ തുടങ്ങിയത്. പക്ഷെ സ്വാഭാവികമായിട്ടും എന്നെക്കൊണ്ട് അത്രയേറെ കഥകൾ ഈ ഭൂമി പറയിപ്പിക്കുന്നുണ്ട്. ഇനിയും എഴുതാനുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. എഴുതാൻ കഴിയുന്നില്ല എന്നതേ ഉള്ളൂ. അത്രയേറെ കഥകൾ നമുക്ക് ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നാട്ടിൽ വന്നപ്പോൾ, ഇവിടെ നിന്നിട്ട് എങ്ങനെ കഥകൾ എഴുതാതിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. കഥകൾ എഴുതാതിരിക്കുകയാണ് ഇവിടുത്തെ വെല്ലുവിളി. നമ്മൾ ഈ ഭൂമിക, ഈ നാട്ടിൽ അത്രയേറെ കാവുകൾ, തെയ്യങ്ങൾ, ദൈവസങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും പ്രാദേശികമായിട്ട് തന്നെ പ്രത്യേകം കഥകളുണ്ട്. ആ കഥകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കഥകളാണ്. ആ കഥകൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കഥകൾ നമ്മളിലേക്ക് വരും, പുതിയ കഥകൾ ഉണ്ടാവും. ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ ശ്രദ്ധ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ ഈ നാടിന് പുറത്തു പോയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഞാനത് അത്ര ഏറെ ശ്രദ്ധിക്കും എന്ന് തോന്നുന്നില്ല. പുറത്തു പോയപ്പോൾ നാടിനെ ഓർക്കുമ്പോഴാണ് ഓരോ കഥകളായിട്ട് നമ്മളുള്ളിലേക്ക് അറിയാതെ വരുന്നത്. പുതിയ എഴുത്തുകളിലും നാടിൻ്റെ സ്വാധീനം വലുതായിട്ടുണ്ട്. നാട് ഒരു കഥ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാചകം, ഒരു വരി എഴുതുമ്പോഴും നാടിനെ മാറ്റി നിർത്തി എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരേ സമയം ഒരു പോരായ്മയാണ്, പക്ഷേ അത് വലിയ പോസിറ്റീവ് നൽകുന്ന സംഗതി കൂടിയാണ്. അവനവൻ്റെ ഭൂമിക, നമ്മുടെ സാംസ്കാരികമായ ചുറ്റുപാടുകൾ, നമ്മുടെ സ്ഥലങ്ങൾ, അതൊക്കെ ഒരാൾക്കും മാറ്റി നിർത്തി എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തെയ്യക്കഥകൾ എന്ന പേരിൽ തെയ്യക്കഥകളോ തെയ്യം സംബന്ധിച്ച കഥകളോ അങ്ങനെ എഴുതിയിട്ടില്ല. ഒരു കഥയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു വശത്തൂടെ നോവലിലായാലും കഥകളിലായാലും നമ്മുടെ ഒരു കൾച്ചർ എന്ന നിലക്ക് അതിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും കാണാവുന്നതാണ്. നിഴൽപോര് നോവലിൽ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ മുഴുവൻ ഭാവന സങ്കല്പിതമായ കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ഷെ എങ്കിലും കണ്ട് പരിചയപ്പെട്ട, ചെറുപ്പം മുതലേ കണ്ട, ഇടപഴകിയ ആൾക്കാരുടെ സ്വഭാവങ്ങൾ അതിലേക്ക് ചേർത്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക വ്യക്തി എന്ന നിലക്കല്ല, ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രത്യേക, നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ചില കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കഥാഭൂമിക ഇന്നതാണെന്ന് കൃത്യമായി നോവൽ വായിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്കും ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എങ്കിലും അത് ആ കഥാഭൂമികയിൽ
അങ്ങനെ ഉപയോഗിച്ച പോലെ അവിടെ കഥാപാത്രങ്ങളെയും അതേ രീതിക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ ചില മറ്റു മനുഷ്യരിലേക്ക് കൂടി ചേർത്ത് അങ്ങനെയാണ് ഇതിൻ്റെ രൂപീകരണം സംഭവിച്ചിട്ടുള്ളത്. ഇത് മിത്തുകളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെടുന്ന ചരിത്രങ്ങൾ അത് മോശം രീതിയിലേക്ക് ഉപയോഗിക്കാം, നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ പല മിത്തുകളും പല ചരിത്രങ്ങളും നിലനിൽക്കുന്നത് ചില മിത്തുകളുടെ ബേസിലൊക്കെയാണ്. ആ ബേസിനെ തകർക്കും വിധം ഇതൊക്കെ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെയാണ് അതിനെതിരെയുള്ളൊരു എഴുത്ത് എന്ന നിലക്കാണ് ഈ നോവലിൻ്റെ വരവ് യഥാർത്ഥത്തിൽ. അത് എത്രത്തോളം വിജയകരമായി എന്നുള്ളത് അത് വായനക്കാർ തീരുമാനിക്കേണ്ടതാണ്. എങ്കിലും ഞാൻ അതിനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിഴൽപ്പോര് എന്ന നോവലിനെ കുറിച്ച് പറയുമ്പം അത് ആദ്യമായിട്ട് ഞാനൊരു നോവൽ എഴുതണമെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ഒരു നോവൽ എഴുതി കളയാം എന്നൊരു ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നോവൽ എന്ന വിഭാഗം എഴുതാനുള്ളൊരു കഴിവ് എനിക്കുണ്ടോയെന്നും എനിക്കറിയില്ലായിരുന്നു. കഥകൾ എഴുതാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. കഥകൾ എഴുതിയോ ചോദിച്ചാൽ നന്നായി എഴുതിയോ എന്നറിയില്ല, എങ്കിലും ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അക്കാലത്ത് ഇത് എഴുതി തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് എഴുതി തുടങ്ങിയപ്പോൾ പിന്നെ എന്നെയും കൊണ്ട് നിർത്താതെ പോവുകയായിരുന്നു. ഈ എഴുത്ത് നിർത്താതെ പോവുകയായിരുന്നു എന്ന് തന്നെ പറയാം. അത് ആകസ്മികമായി അങ്ങനെ പോയതാണ്. അപ്പോൾ ഒരുപാട് കഥകൾ ഇങ്ങനെ പിന്നാലെ ഇതിന് ഓരോന്നായിട്ട് വരുന്നത് ഞാൻ തന്നെ അത്ഭുതത്തോടെ മനസ്സിലാക്കി. അപ്പോൾ അത്രയേറെ നമ്മുടെ ഉള്ളിൽ ഈ ദേശം സ്വാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ദേശത്തെ ഓരോ കഥകൾ, അതിൻ്റെ പല വഴികൾ, അത് ഞാനൊന്നും പകർത്തി ഇതിലെ മിത്തുകളെയൊന്നും ഒരേപോലെ പകർത്തി വെക്കുകയോ കഥകൾ പകർത്തി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കറിയാവുന്ന കഥകളുടെ വേറൊരു രൂപം, അല്ലെങ്കിൽ ആൾക്കാർ കേൾക്കാനും കേട്ടിരിക്കാനും സാധ്യതയുള്ള വേറൊരു രൂപം എഴുതിയിട്ടുണ്ട്. ഈ കടവും ഈ പുഴയൊക്കെയാണ് നിഴൽപ്പോരിൽ ആദ്യം എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന വിഷ്വൽസ്. അപ്പോൾ അക്കരെ പട്ടുവമാണെന്നൊക്കെ പറഞ്ഞ് ഈ പ്രധാന കഥാപാത്രങ്ങളുടെ കഥയൊക്കെ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വന്നത്. അത് ഈ ദേശം എങ്ങനെ എഴുത്തിനെ സ്വാധീനിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പുഴയ്ക്ക് യഥാർത്ഥത്തിൽ വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. പണ്ടുകാലത്ത് റോഡുകളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ആളുകൾ സഞ്ചരിക്കാനും ദൂരസ്ഥലങ്ങളിലേക്ക് പോകാനും ഈ പുഴയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. മുമ്പ് കാലത്ത് റോഡുകൾക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ബോട്ട് കടവുകളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ മൂഷകവംശ കാവ്യത്തിലൊക്കെ വിവരിക്കുന്നുണ്ട്. ഈ കിള്ളപ്പുഴ എന്ന പേരിൽ ഈ പുഴയെക്കുറിച്ച് പറയുന്നുണ്ട്. കോലത്ത് നിന്ന് മാരാഹി പട്ടണത്തിലേക്ക്, ഇന്നത്തെ മാടായിലേക്ക് ചരക്കുകളും ആളുകളും സഞ്ചരിച്ചതായിട്ട് മൂഷകവംശ കാവ്യത്തിലൊക്കെ വിവരണമുണ്ട് ഈ പുഴയെക്കുറിച്ച്. അപ്പോൾ ചരിത്രവും ഈ പുഴക്ക് പിന്നിലുണ്ട്. ഇപ്പം കുപ്പംപുഴ എന്നറിയപ്പെടുന്ന ഈ പുഴ കിള്ളപ്പുഴ എന്ന പേരിൽ പണ്ട് കാലത്തെ പ്രധാന ഒരു വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ ആൾക്കാർക്ക് പോകാനും വരാനും സഞ്ചരിക്കുന്ന ദൂരസ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ഗതാഗത മാർഗം കൂടിയായിരുന്നു ഈ പുഴ. എൻ്റെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഇല്ലാണിത്. ഈ പ്രാദേശിക ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഇല്ലത്തിന് കുറേ ചരിത്ര കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ എൻ്റെ എഴുത്തിലൊക്കെ സ്വാധീനിക്കുന്നതിൽ ഇവിടെ നടക്കുന്ന മലയറാട്ട് പോലെയുള്ള കർമ്മങ്ങൾ, വലിയ മന്ത്രവാദ ഇല്ലങ്ങളിൽ പൊതുവേ നടക്കുന്ന തെയ്യം ആണ് മലയറാട്ട് എന്ന് പറയുന്നത്. അത് കുറേ വർഷങ്ങൾ 10-30 വർഷങ്ങൾ കൂടുമ്പോഴാണ് നടത്തുക. അതൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. ഒരുപാട് കഥകൾ ഉറങ്ങിക്കിടക്കുന്ന, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പ്രധാനപ്പെട്ട ഇല്ലം, നരിക്കോടില്ലെന്ന് പറയും. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഈ ഇല്ലത്തിന് പറയാൻ ഈ നാടിൻ്റെ ചരിത്രം കൂടിയുണ്ട്.